അറിവും തിരിച്ചറിവുമെന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രപഞ്ചത്തിൽ നമുക്കൊപ്പം, നമ്മളോടൊപ്പം, നമ്മളോട് കൂടി ആരൊക്കെയോ സഹവസിക്കുന്നുണ്ട്. നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഗ്രാമം, നമ്മുടെ വസതി, നമ്മുടെ വാഹനം എന്നിവയോടൊപ്പവും ആരോ നമ്മളോട് ചേർന്നും ചേരാതെയും നമ്മുടെ ഭാഗ്യനിർഭാഗ്യങ്ങളെ നിയന്ത്രിച്ചും എവിടെയോ മറഞ്ഞു നിൽക്കുന്നു. സാഷിക്കി വരാഷി ഇന്നത്തെ ഈ കഥ ഒരു അനുഭവ കഥയാണെന്ന് പറയപ്പെടുന്നു. ജപ്പാനിലേക്ക് താൽക്കാലികമായി ചേക്കേറിയ ഒരു തമിഴ് കുടുംബത്തിൻ്റെ അനുഭവ കഥ. ബാംഗ്ലൂറുകാരനായ രാമസ്വാമിയുടെയും കുടുംബത്തിൻ്റെയും കഥ. ബാംഗ്ലൂരിലെ ആദ്യകാല സോഫ്റ്റ്വെയർ കമ്പനിയിൽ നിന്ന് തുടക്കക്കാരനായ രാമസ്വാമിക്ക് അപ്രതീക്ഷിതമായാണ് ജപ്പാനിലെ വലിയ ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഓഫർ വരുന്നത്. 1 വർഷത്തേക്കാണ് കോൺട്രാക്റ്റ്. താല്പര്യമെങ്കിൽ അദ്ദേഹത്തിന് അവിടെ തുടരുകയും ആവാം. അക്കാലത്ത് അധിക മാർക്കും ലഭിക്കാത്ത ഒരു സുവർണാവസരം. അങ്ങനെ ജപ്പാനിലെത്തിയ രാമസ്വാമിയും കുടുംബവും അത്യന്തം മനോഹരമായ പർവ്വതങ്ങളും വനങ്ങളും നിറഞ്ഞ കാമിക്കോച്ചി എന്ന താഴ്വരയിൽ തടികൊണ്ട് നിർമ്മിച്ച പുരാതനമായ ഒരു വീടാണ് താമസത്തിന് തിരഞ്ഞെടുത്തത്. രാമസ്വാമിയും ഭാര്യ നന്ദിനിയും മക്കളായ വിശാലും സയനയും സുന്ദരമായ വിശാലമായ ആ വീട്ടിൽ താമസം തുടങ്ങി. മകൻ വിശാലിന് 10 വയസ്സും ഇളയ കുട്ടി സയനയ്ക്ക് 5 വയസ്സുമാണ് പ്രായം. കുട്ടികൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായ മുറികളും കൂടാതെ അവർക്ക് കളിക്കാനായി പ്രത്യേക മുറിയും അതിനോട് ചേർന്ന് ഒരു ലൈബ്രറിയും ഒക്കെയുള്ള ആ സുന്ദരമായ വീട് കുട്ടികൾക്കും വളരെ ഇഷ്ടമായി. ലൈബ്രറിയുടെ ഒരു ഭാഗത്ത് പെൺകുട്ടികളുടേതെന്ന് തോന്നിപ്പിക്കുന്ന കുറേ വസ്ത്രങ്ങളും അതിനോട് ചേർന്ന് കുറേ കളിപ്പാട്ടങ്ങളും ചിട്ടയോടുകൂടി അടുക്കി വച്ചിരിക്കുന്നു. ചുവരിൽ ആരോ വരച്ച ശാന്തതയും സൗന്ദര്യവും ചേർന്ന് നിൽക്കുന്ന ജാപ്പനീസ് പൈതൃക ചിത്രങ്ങളും തൂക്കിയിട്ടിരിക്കുന്നു. കിടപ്പുമുറിക്കും ലൈബ്രറിക്കും ഇടയിൽ തറയിൽ ജപ്പാനിലെ പരമ്പരാഗത രീതിയിലുള്ള പ്രത്യേകതരം പുല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു പരവതാനിയുമുണ്ട്. ലൈബ്രറിയുടെ ഒരു കോണിൽ ഒരു വലിയ എന്നാൽ വാവട്ടം കുറഞ്ഞ കുപ്പിക്കുള്ളിൽ സുന്ദരിയായ ഒരു കൊച്ചുകുട്ടിയുടെ കിമോണ ധരിച്ച ഒരു പാവ ഇറക്കി വച്ചിരിക്കുന്നു. ഇത്രയും വാവട്ടം കുറഞ്ഞ ഈ കുപ്പിക്കുള്ളിൽ എങ്ങനെയാണ് ഈ പാവ ഇറക്കി വച്ചിരിക്കുന്നതെന്നാണ് സൈനയുടെ സംശയം. രാമസ്വാമിക്ക് ഒട്ടും അത്ഭുതം തോന്നിയില്ല. ഇത്തരം ചില കരവിരുതുകൾ സ്വാമി കണ്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഈ പാവയുടെ നീണ്ട കണ്ണുകളിലെ തീക്ഷ്ണഭാവം, തന്നെ തുറിച്ചു നോക്കുന്നത് പോലെയുള്ള നോട്ടം എന്തോ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കി. രാമസ്വാമി കുട്ടികളോടായി പറഞ്ഞു, ഒരു കാരണവശാലും ആ കുപ്പി എടുക്കരുത്. അത് ഉടമസ്ഥൻ്റെ വിലപിടിപ്പുള്ള ശേഖരത്തിലുള്ളതാണ്. അത് ഉടയുവാൻ ഇടവരരുത്. മകൾ സൈനയ്ക്കായിരുന്നു കൂടുതൽ സന്തോഷം. കളിക്കുവാൻ സ്വന്തമായി ഒരിടം ലഭിച്ചതിൻ്റെ സന്തോഷം. വളരെ നാളായി ആൾതാമസമില്ലാഞ്ഞതുപോലെ മുറികൾ വല്ലാതെ പൊടി പിടിച്ചിരിക്കുന്നു. രാമസ്വാമിയുടെ ഭാര്യ നന്ദിനി പൊടി പിടിച്ചു കിടക്കുന്ന തറ വൃത്തിയാക്കി തുടങ്ങി. നേരമേറെയായിരിക്കുന്നു. കാമിക്കോച്ചി പർവ്വതനിരകളിലും ഇരുട്ട് പരന്നു. വീട് ചുറ്റി നടന്ന് കണ്ട ശേഷം കുട്ടികൾ അവരുടെ മുറിയിലേക്കും രാമസ്വാമിയും നന്ദിനിയും കിടപ്പുമുറിയിലേക്കും പോയി. എങ്ങും വല്ലാത്തൊരു നിശബ്ദത. വീട് ശൂന്യമായ തണുപ്പിൽ മുങ്ങി. ചെറിയ ഇളംകാറ്റ് വീശുന്ന ശബ്ദം മാത്രം കേൾക്കാം. ഉറക്കത്തിലേക്ക് വീണുപോയ രാമസ്വാമി എന്തോ കേട്ട് ഞെട്ടി ഉണർന്നു. ലൈബ്രറിക്കും കുട്ടികൾക്ക് കളിക്കുവാനുള്ള മുറിക്കും ഇടയിലുള്ള ഇടനാഴിയിലൂടെ ആരോ ഓടി മറിഞ്ഞതുപോലെ. കുറച്ചുനേരം ചെവിയോർത്ത് കിടന്നു. എപ്പോഴോ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു. അല്പം കഴിഞ്ഞപ്പോൾ ആരോ അടക്കി സംസാരിക്കുന്ന പോലെയും ചിരിക്കുന്ന പോലെയും തോന്നി. നന്ദിനി കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. നന്ദിനി അത് കേട്ടത് കുട്ടികളുടെ മുറിയിൽ നിന്നാണ്. കുട്ടികൾ ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. അതല്പം അലോസരം ഉണ്ടാക്കിയെങ്കിലും സ്കൂൾ തുറക്കുവാനും ഇനിയും സമയമുണ്ടല്ലോ, അവർ കളിച്ചോട്ടെ എന്ന് കരുതി നന്ദിനി വീണ്ടും കിടക്കയിലേക്ക് ചാഞ്ഞു. രാവിലെ തന്നെ രാമസ്വാമി ഓഫീസിലേക്ക് പോയി. വീട്ടിൽ നിന്ന് കുറച്ച് അകലെയാണ് ഓഫീസ്. നേരത്തെ പോയേ പറ്റൂ. രാമസ്വാമി പോയ ശേഷം നന്ദിനി കുട്ടികളെ വിളിച്ചുണർത്താൻ അവരുടെ മുറിയിലേക്ക് ചെന്നു.
നന്ദിനിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സയന പുല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ജാപ്പനീസ് പെൺകുട്ടിയുടെ പാവയും കെട്ടിപ്പിടിച്ചുറങ്ങുന്നു. നന്ദിനി സ്വയം ചോദിച്ചു, ഇതിവൾക്ക് എവിടെ നിന്ന് കിട്ടി? നന്ദിനി അല്പം അസ്വസ്ഥതയോടെ കുട്ടികളെ ഉണർത്തി. വിശാൽ വളരെ വേഗം ഉണർന്നു. എന്നാൽ സയന ഉണരുവാൻ മടിച്ചുകൊണ്ട് പാവയും കെട്ടിപ്പിടിച്ച് തിരിഞ്ഞു കിടന്നു. നന്ദിനി അവളെ കോരിയെടുത്തുകൊണ്ട് ചോദിച്ചു, നിനക്ക് എവിടുന്ന് കിട്ടി ഈ സുന്ദരിപ്പാവ? അവൾ പറഞ്ഞു, ഇന്നലെ വന്ന ചേച്ചി തന്നതാണ്. ചേച്ചിയോ? ഏത് ചേച്ചി? നന്ദിനി അല്പം അത്ഭുതത്തോടെ ചോദിച്ചു. അതെ അമ്മേ, ഇന്നലെ ഒരു ചേച്ചി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചേച്ചിയോടൊപ്പം കളിക്കാമോ എന്ന് ചോദിച്ചു. നന്ദിനി അല്പം ഭയത്തോടെ അവളെ സൂക്ഷിച്ചു നോക്കി. അവൾ സ്വപ്നം കണ്ടതാവുമെന്ന് കരുതാൻ ശ്രമിച്ചു. എങ്കിലും ആ പാവ അതെവിടെ നിന്ന്? രാത്രി കേട്ട സംസാരവും ചിരിയും ഒക്കെ കൂടി അവളിൽ അല്പം ഭയമുണ്ടാക്കി. ആ ഭയം മനസ്സിൽ കിടക്കെ അവൾ അവളുടെ ജോലിയിൽ വ്യാപൃതയായി. രാമസ്വാമി ഓഫീസിൽ നിന്ന് വന്ന ഉടനെ തന്നെ നന്ദിനി സയന പറഞ്ഞ കാര്യങ്ങൾ രാമസ്വാമിയോട് പറഞ്ഞു. അപ്പോഴാണ് രാമസ്വാമി രാത്രിയിൽ തനിക്കുണ്ടായ അനുഭവത്തെപ്പറ്റി ഓർത്തത്. സയന രാത്രിയിൽ ഉറങ്ങാതെ കുട്ടികളുടെ കളിമുറിയിലേക്ക് പോയതായിരിക്കുമെന്ന് അയാൾ കരുതി. അന്നും രാത്രിയുടെ രണ്ടാം പകുതിയിൽ കുട്ടികൾ ഓടുന്നത് പോലൊരു ശബ്ദം കേട്ട് രാമസ്വാമി ഉണർന്നു. ലൈബ്രറിയുടെ ഇടനാഴിയിലൂടെ കിമോണ ധരിച്ച ഒരു ചെറിയ പെൺകുട്ടി നടക്കുന്നു. അവൾ ലൈബ്രറിയുടെ ഉള്ളിലേക്കാണ് പോകുന്നത്. രാമസ്വാമി പതിയെ എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ വെളിച്ചവും തെളിയിക്കാതെ ആ കുട്ടിയെ പിന്തുടർന്നു. ജനാലയ്ക്കപ്പുറം ചന്ദ്രന്റെ നിഴലുകൾ. പെട്ടെന്നാണ് ആ കുട്ടി തിരിഞ്ഞു നോക്കിയത്. രാമസ്വാമിയെ കണ്ട കുട്ടി പെട്ടെന്ന് അപ്രത്യക്ഷയായി. ചന്ദ്രന്റെ നിഴലുകളുടെ വെളിച്ചത്തിൽ ആ കുട്ടിയുടെ മുഖം കണ്ട് രാമസ്വാമി ഭയന്നു. 5 or 6 വയസ്സുള്ള പരമ്പരാഗത വസ്ത്രം അണിഞ്ഞ് നടന്നു നീങ്ങിയ ആ കുട്ടിക്ക് കണ്ണുകളില്ല. കണ്ണിൻ്റെ സ്ഥാനത്ത് ഇരുട്ടു മാത്രമുള്ള കുഴികൾ. നേരം വെളുക്കുവോളം രാമസ്വാമിക്ക് ഉറങ്ങാനായില്ല. നന്ദിനി ഇതൊന്നും ഇതുവരെ അറിഞ്ഞിട്ടുമില്ല. രാവിലെ ഉണർന്ന നന്ദിനിയോട് രാമസ്വാമി താൻ ഇന്നലെ കണ്ട കാര്യം അല്പം ഭയത്തോടെ തന്നെ വിവരിച്ചു. നന്ദിനിക്കത് വിശ്വസിക്കാനായില്ല. സ്വാമി സ്വപ്നം കണ്ടതാവുമോ? അവൾ സംശയിച്ചു. പുതിയ വീടല്ലേ, എവിടെങ്കിലും വാതിൽ തുറന്നു കിടന്നിട്ടുണ്ടാവുമോ? അതിൽ കൂടി അയൽവക്കത്തുള്ള കുട്ടികൾ ആരെങ്കിലും അകത്ത് കടന്നതാവുമോ? അവൾ ഉത്തരം തിരഞ്ഞു. നേരം പുലർന്നപ്പോൾ നന്ദിനി സയനയോട് ചോദിച്ചു, നീ പറഞ്ഞ ചേച്ചി പിന്നീട് നിന്നോടൊപ്പം കളിക്കാൻ വന്നോ? വന്നമ്മേ, ഇന്നലെ ഞങ്ങൾ നല്ലപോലെ ഒത്തിരി നേരം കളിച്ചു. എനിക്ക് ആ ചേച്ചിയെ വലിയ ഇഷ്ടമാണ്. അമ്പരന്നുപോയ രാമസ്വാമിയും നന്ദിനിയും നിശബ്ദരായി പരസ്പരം നോക്കി. അന്ന് രാത്രി അവർ ഉറങ്ങാൻ കിടക്കും മുൻപ് എല്ലാ വാതിലുകളും വ്യക്തമായി പരിശോധിച്ചു. എല്ലാം ഭദ്രമായി പൂട്ടിയിരിക്കുന്നു. വെളിയിൽ നിന്ന് ആർക്കും അകത്ത് കടക്കാനാവില്ല എന്ന് ഉറപ്പുവരുത്തി. അന്ന് രാത്രി അവർക്ക് ഉറങ്ങാനായില്ല. വല്ലാത്തൊരു ഭയം അവരെ ഗ്രസിച്ചിരുന്നു. രാത്രിയുടെ അവസാന യാമങ്ങളിൽ ഒരു നിഴൽ അവർക്ക് മുൻപിൽ കൂടി പയ്യെ കടന്നുപോകുന്നു. രാമസ്വാമിയും നന്ദിനിയും ഈ രൂപം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിശബ്ദം നോക്കിക്കിടന്നു. ലൈബ്രറിക്കുള്ളിലേക്ക് കടന്ന രൂപത്തെ പിന്തുടർന്ന രാമസ്വാമിയും നന്ദിനിയും ആ മുറിക്കുള്ളിലെ ലൈറ്റ് പെട്ടെന്ന് തെളിച്ചു. അവിടെ ഇരിക്കുന്ന കുപ്പിയിലെ രൂപത്തെ നോക്കി ഒരു കുട്ടി യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ നിൽക്കുന്നു. തങ്ങളുടെ മകൾ സയനയെ അവിടെ കണ്ട രാമസ്വാമിയും നന്ദിനിയും വല്ലാതെ പകച്ചു. അവർ വന്നതോ ലൈറ്റ് തെളിയിച്ചതോ അവൾ അറിഞ്ഞിട്ടില്ല. നന്ദന അവളെ കോരിയെടുത്തു, കുലുക്കി വിളിച്ചു. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന പോലെ അവൾ അവരെ തുറിച്ചു നോക്കി. അവൾക്കറിയില്ല അവൾ എങ്ങനെ അവിടെ എത്തിയെന്ന്. അവൾ പറഞ്ഞു, ചേച്ചി എന്നെ കളിക്കുവാൻ വിളിച്ചു. ഞങ്ങൾ കളിക്കുവാൻ തുടങ്ങിയപ്പോൾ ചേച്ചി പെട്ടെന്ന് ഓടിപ്പോയി. ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന രോഗത്തിന് തൻ്റെ മകൾ അടിപ്പെട്ടിരിക്കുന്നു എന്നൊരു സംശയം നന്ദിനിക്കുണ്ടായി. അപ്പോഴാണ് രാമസ്വാമി ശ്രദ്ധിച്ചത്, ആ കുപ്പിയോടടുത്ത് ചില ചെറിയ കാൽപ്പാടുകൾ പർവ്വതാനിയിൽ പതിഞ്ഞിരിക്കുന്നു. നനഞ്ഞ കാൽപ്പാടുകൾ. രാമസ്വാമി നോക്കി നിൽക്കുമ്പോൾ തന്നെ
ആ കാൽപ്പാടുകൾ മറയുകയും ചെയ്തു. രാമസ്വാമി കുപ്പിയിലെ പ്രതിമയിലേക്ക് നോക്കി. അതുവരെയും കണ്ണു തുറന്നിരുന്ന ആ പ്രതിമ പാതി കണ്ണടച്ചിരിക്കുന്നത് പോലെ. കണ്ണുകൾ പാതി അടച്ച് കൗശലപൂർവമുള്ള ആ നോട്ടം അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഇനി സൈനയെ കുട്ടികളുടെ മുറിയിൽ നിന്ന് മാറ്റി അവരുടെ കൂടെ തന്നെ കിടത്തുവാൻ തീരുമാനിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. അന്നൊരു പൂർണ്ണ പൗർണമിയായിരുന്നു. ഏകദേശം രാത്രി 2 മണിയോടടുത്ത് വീണ്ടും ആരോ മുറിക്കുള്ളിൽ കൂടി നടക്കുന്നതുപോലെ, അവരുടെ കട്ടിലിനടുത്ത് വന്ന് ആരോ നിൽക്കുന്നതുപോലെ. പിന്നീട് ലൈബ്രറിക്കുള്ളിൽ നിന്ന് ഒരു കൊച്ചു കുട്ടിയുടെ തേങ്ങലും. പല ദിവസങ്ങളിലും ഇത് ആവർത്തിച്ചു. നന്ദിനിയും രാമസ്വാമിയും കൂടി ഒരു തീരുമാനത്തിലെത്തി. നമുക്ക് മറ്റൊരു വീട് നോക്കാം. ഇവിടെ എന്തോ ദുരൂഹതയുള്ള പോലെ തോന്നുന്നു. ഭയവും അതൃപ്തികരവുമായ സാഹചര്യങ്ങൾ രാമസ്വാമിയെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തി. രാമസ്വാമിക്കുണ്ടായ മൗനവും മാറ്റങ്ങളും സഹപ്രവർത്തകർ ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം സഹപ്രവർത്തകനായ ഹരൂട്ടോ രാമസ്വാമിയോട് ചോദിച്ചു, കുറേ ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. നിനക്കെന്തു പറ്റി? നിന്നെ എന്തോ വല്ലാതെ അലട്ടുന്നത് പോലെ. നിനക്ക് ഞങ്ങളുടെ നാട് ഇഷ്ടമായില്ലേ? നിന്നെ എനിക്ക് എങ്ങനെ സഹായിക്കാനാകും? അല്പനേരം മൗനമായിരുന്ന ശേഷം രാമസ്വാമി ശബ്ദം താഴ്ത്തി പറഞ്ഞു, എനിക്ക് ഈ നാടും നാട്ടുകാരെയും നിങ്ങളെയും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ കുറേ ദിവസങ്ങളായി ഞങ്ങൾക്ക് ഉറങ്ങാനാവുന്നില്ല. വിചിത്രമായ ചില സംഭവങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്നു. നടന്ന സംഭവങ്ങൾ ഒന്നൊന്നായി രാമസ്വാമി ഹരൂട്ടോയോട് വിവരിച്ചു. എല്ലാം കേട്ട ഹരൂട്ടോ രാമസ്വാമിയോട് പറഞ്ഞു, ഞാനും ആ ഗ്രാമത്തിനടുത്തുള്ള ആളാണ്. ജോലി സ്ഥലത്തിനടുത്തേക്ക് താമസം മാറ്റിയിരിക്കുന്നു എന്ന് മാത്രം. ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് ഞാനും കേട്ടിരിക്കുന്നു. നിങ്ങൾ രണ്ടാളും കൂടി നാളെ എന്നോടൊപ്പം ഒരു ഗ്രാമത്തിലേക്ക് വരണം. അവിടെ താമസിക്കുന്ന 100 വയസ്സിനടുത്ത് പ്രായമുള്ള കൗമണ്ടു ശിഷി എന്ന ഗുരുവും പുരോഹിതനുമായ ഒരു സന്യാസിയുണ്ട്. ദുർഭൂതങ്ങളെ അകറ്റി സാഷികി വരാഷിയെ ആവാഹിച്ച് പ്രതിഷ്ഠിക്കുന്ന മഹാഗുരുവാണ്. പിറ്റേന്ന് രാവിലെ തന്നെ അവർ രണ്ടുപേരും ഹറൂട്ടോയോടൊന്നിച്ച് അടുത്തുള്ള ഹകുബ എന്ന ഗ്രാമത്തിലേക്ക് യാത്രയായി. രാമസ്വാമി തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ സന്യാസിയെ വ്യക്തമാക്കി. അല്പനേരത്തെ മൗനത്തിന് ശേഷം സന്യാസി രാമസ്വാമിയോടും നന്ദിനിയോടും ജപ്പാനിലെ സാഷികി വരാഷിയുടെ കഥ പറഞ്ഞു. സാഷികി വരാഷി എന്നത് ഒരു കൊച്ചു പെൺകുട്ടിയാണ്. ജന്മലക്ഷ്യ സാക്ഷാത്കാരത്തിന് മുൻപ് അകാലമരണം സംഭവിക്കുന്ന പെൺകുട്ടികൾ സാഷികി വരാഷിയായി മാറും. അവർ ഒരിക്കലും ജനിച്ച വീട് വിട്ടുപോകില്ല. ആ കുട്ടിയുടെ കർമ്മബന്ധം ആ വീടിനോട് ചേർന്ന് നിൽക്കുന്നതിനാൽ ആ കുട്ടി പുറത്തേക്കെങ്ങും പോകില്ല. രാത്രികാലങ്ങളിൽ അലമാരകളിൽ എന്തോ തിരഞ്ഞും കിലികിലെ വർത്തമാനം പറഞ്ഞും തൻ്റെ കളിപ്പാട്ടങ്ങൾ തടവിയും അങ്ങനെ ആ വീട്ടിൽ ഓടി നടക്കും. സാഷികി വരാഷി ഓടി നടക്കുന്ന വീടുകളിൽ ഐശ്വര്യവും സന്തോഷവും വന്നു ചേരുമെന്നാണ് വിശ്വാസം. നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് വളരെ പഴക്കം ചെന്നതാണ്. അവിടെ എന്നോ ഒരു കുട്ടിക്ക് അകാലമരണം ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിയുടെ സാന്നിധ്യമാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. കുട്ടി ഇപ്പോൾ അതീവ സന്തോഷവതിയാണ്. നിങ്ങളുടെ മകൾ സയനയും ആ കുട്ടിയും ഒരേ പ്രായക്കാരാണ്. സാഷികി വരാഷി കളിക്കൂട്ടുകാരിയെ കിട്ടിയ സന്തോഷത്തിലാണ്. രാത്രികാലത്ത് സൈനയെ വിളിച്ചുകൊണ്ടുപോയി കളിക്കുവാനുള്ള ശ്രമമാണ് അവൾ നടത്തുന്നത്. ഇപ്പോൾ സൈനയ്ക്ക് അവളോടൊപ്പം കളിക്കാനാവുന്നില്ല. നിങ്ങൾ അവളെ തടഞ്ഞു വച്ചിരിക്കുകയാണ്. എല്ലാ രാവുകളിലും അവൾ സയന ഉറങ്ങുന്നിടത്ത് അവളെ വിളിക്കുവാനെത്തും. നിങ്ങളോടൊപ്പം കിടക്കുന്നതിനാൽ അവൾക്ക് സയനയോടൊപ്പം കളിക്കുവാനാവുന്നില്ല. അതുകൊണ്ടാണ് കുട്ടിയുടെ തേങ്ങലുകൾ നിങ്ങൾ കേൾക്കുന്നത്. സാഷികി വരാഷി ഒരു ദുഷ്ടാത്മാവല്ല. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇന്നു മുതൽ നിങ്ങൾക്ക് ഒരു കുട്ടി കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ അദൃശ്യയായ സാഷികി വരാഷിക്ക് വേണ്ടിയും ചെയ്യുക. അത് നിങ്ങൾക്ക് അഭിവൃദ്ധിയും സന്തോഷവും പ്രദാനം ചെയ്യും. അവർ സന്യാസിയോട് യാത്ര പറഞ്ഞ് അവരുടെ ഗ്രാമത്തിലേക്ക് തിരികെ പോയി.
അടുത്തുള്ള ഒരു കടയിൽ കയറി കുറെ കളിപ്പാട്ടങ്ങളും പരമ്പരാഗത ജപ്പാൻ വസ്ത്രമായ കിമോണയും വാങ്ങി. വസ്ത്രങ്ങളും കളിപ്പാവകളും കണ്ട് സയന അമ്മയോട് ചോദിച്ചു, അമ്മ ഇതെന്തിനാണ് വാങ്ങിയത്? നന്ദിനി പറഞ്ഞു, ഇനി ചേച്ചി നിന്നോടൊപ്പം കളിക്കാൻ വരുമ്പോൾ നീ ഇവ ചേച്ചിക്ക് കൊടുക്കണം. അത് നിന്റെ പുതിയ ചേച്ചിക്കുള്ളതാണ്. സയന അപ്പോൾ തന്നെ വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളുമായി അവളുടെ മുറിയിലേക്ക് ഓടി. അവളുടെ ചെറു കാൽപ്പാടുകൾ മുറിയുടെ തറയിൽ മഴത്തുള്ളികൾ പോലെ മൃദുവായി പതിച്ചു. അവളുടെ മുറി തുറന്ന് കടന്ന സയന ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ആ കളിപ്പാട്ടങ്ങളും കിമോണയും പഴയ പാവകൾ സൂക്ഷിക്കുന്ന ഷെൽഫിൻ്റെ മുന്നിൽ വച്ചു. അപ്പോഴാണ് അത് സംഭവിച്ചത്. അവളെ പിന്തുടർന്ന ഒരു അദൃശ്യ ശ്വാസം മുറിയിലെ നിശബ്ദതയ്ക്ക് മുകളിലൂടെ ഒഴുകി ഒരു ചെറു കാറ്റായി മാറി. സയനയുടെ മുടിയിഴകൾ മെല്ലെ മുഖത്തേക്ക് പടർന്നു വീണു. ചേച്ചി, ഇതെല്ലാം നിനക്ക് വേണ്ടിയാണ്. സയനയുടെ വാക്കുകൾ മുറിയിലെ നിഷ്കളങ്കതയുമായി ലയിച്ചു. ഒരു നിമിഷം മുറിയിൽ തൂങ്ങിയിരുന്ന പഴയ വസ്ത്രം ഒന്നു ചലിച്ചു. ചുമരിലെ പെൺകുട്ടിയുടെ ചിത്രം ചെറുതായി ഒരു പുഞ്ചിരി വിരിയിക്കുന്ന പോലെ തോന്നി. നന്ദിനിയും രാമസ്വാമിയും ഈ കാഴ്ച കണ്ട് വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. രാമസ്വാമിയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. അവൻ ആ നിമിഷം ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഈ വീട്ടിൽ അവർക്കൊരു കുട്ടി കൂടി ഉണ്ടായിരിക്കുന്നു. അവൻ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത, നിശബ്ദ രാത്രികളിൽ തേങ്ങലായി മാറിയിരുന്ന അവരുടെ ലോകത്തിൽ നഷ്ടപ്പെട്ട ഒരു ജീവന്റെ നീളുന്ന നിഴൽ. ഒരു കുഞ്ഞിൻ്റെ അപൂർണമായ ബാല്യം. നന്ദിനി ശ്വാസം അടക്കിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു. അവളുടെ ശബ്ദം വിറച്ചു. മോളെ, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്, നീ ഒറ്റയ്ക്കല്ല. അവരുടെ കണ്ണുകൾക്ക് മുൻപിൽ മുറിയിലെ വാതിലിനപ്പുറം ഒരു മങ്ങിയ വെളിച്ചം കൂടി തെളിഞ്ഞതുപോലെ തോന്നി. ഏതോ ഒരു രൂപം അവർക്ക് മുന്നിൽ നിൽക്കുന്നത് പോലെ. ആ രൂപം കൈനീട്ടി തൊടുവാൻ ശ്രമിക്കുന്നത് പോലെ. പക്ഷേ ശബ്ദമില്ലാതെ അതിൻ്റെ സാന്നിധ്യം മാത്രം മുറിയെ നിറച്ചു. നന്ദിനിയുടെ ഹൃദയത്തിൽ അമ്മയുടെ താരാട്ടിൻ്റെ ഏതോ വരികൾ ഓടിയെത്തി. അവരുടെ മുന്നിലുള്ള ആ വെളിച്ചം മന്ദമായി അലിഞ്ഞു മാറി. സയന പിറകിലേക്ക് തിരിഞ്ഞ അമ്മയെ നോക്കി. അമ്മേ, ചേച്ചിക്ക് ഇന്ന് വളരെ സന്തോഷമായിരിക്കും അല്ലേ? നന്ദിനി സയനയെ ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുനീർ സയനയുടെ നെറുകയിൽ പതിച്ചു. അതേ മോളെ, ഇന്നു മുതൽ അവൾക്ക് നമ്മൾ കൂടി ഉണ്ട്. അവൾക്കാവശ്യമായ ഒരു കുടുംബം, ഒരു പുഞ്ചിരി, ഒരു കളിപ്പാട്ടം, എല്ലാം. ആ ദിവസം മുതൽ അവരുടെ വീട് ഒരിക്കലും പഴയതുപോലെ ആയിരുന്നില്ല. രാത്രിയിലെ നിഴലുകൾ ഭയമില്ലാത്ത ഒരു അപരിചിത സ്നേഹത്തിൻ്റെ സാന്നിധ്യമായി മാറി. സയനയുടെ ചിരിയിൽ ഒരു പുതിയ ചിരിയുടെ പ്രതിധ്വനി കേൾക്കാനായി. അങ്ങനെ ആ വീടിൻ്റെ കോണുകളിൽ പരന്ന പ്രകാശമായി മാറി സാക്ഷിക്ക് വരാശി.